ഇന്ന് ഇഫ്താറിന് ഈ സൂപ്പർ ക്രീമി ചീസി സ്പ്രിംഗ് റോൾ ആയാലോ? അപ്പൊ നമുക്ക് ഉണ്ടാക്കാം അല്ലേ? ചിക്കൻ ഉണ്ടാക്കാനും കുറച്ച് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കണേ. ഞാനിവിടെ ഒരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 സ്പൂൺ ഗാർലിക് ചതച്ചതും അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോയ സോസും ചേർത്ത് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി വെജ് മിക്സ് ഉണ്ടാക്കാവേ. ഈ സെയിം എണ്ണയിലോട്ട് തന്നെ ഒരു 3 ബീൻസ് നീളത്തിലരിഞ്ഞത്, 1 ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ഒരു ഹാഫ് സവാള അരിഞ്ഞത്, ഒരു ഹാഫ് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഇതുപോലെ നല്ല രീതിയിലൊന്ന് സോട്ടാക്കി എടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം. 1 സ്പൂൺ ഗാർലിക് ചതച്ചതും കൂടി ഇട്ട് ഗാർലിക് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മൈദ ഇട്ട് മൈദേന്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാവേ. പച്ചമണം മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിന് പാൽ ഒഴിച്ച് കട്ടയില്ലാതെ ഇതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുക്കാം. ചീസ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. കുരുമുളക് പൊടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആയതിനു ശേഷം പിസ്സ ഹെർബ്സും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. വെജീസ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോളാക്കി എടുക്കാം. സ്പ്രിംഗ് റോളിന്റെ ഷീറ്റിലേക്ക് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചീസി ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ലീഫാട്ടോ സ്പ്രിംഗ് റോളിന്റെ. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലിട്ട് നമ്മുടെ സ്പ്രിംഗ് റോള് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാവേ. ഒരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം എണ്ണയിൽ. കണ്ടില്ലേ, ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.